ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഫരീദാബാദിലാണ്. മധുരയിൽ നിന്ന് നമ്മൾ നേരെ വണ്ടി കയറിയത് ഇങ്ങോട്ടാണ്. അപ്പോൾ നോമ്പ് തുറക്കാൻ സമയമായതുകൊണ്ട് ഇവരൊക്കെ നോമ്പ് തുറക്കാൻ പോയതാണ്. അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവർ വന്നിട്ട് വേണം ഇനി ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങളിവിടെ പുറത്ത് നിൽക്കുമ്പോൾ ഒരു കാക്ക പറഞ്ഞു ഞങ്ങളോട് അകത്ത് കയറി ഇരുന്നോളോ, വെള്ളം എടുത്തോന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അകത്ത് കയറ്റി ഇരുത്തി. ഇവിടെ അറച്ചും കൊതുവും നോമ്പ് തുറക്കാൻ വേണ്ടി പോയതാ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോ ആ കാക്ക നിസ്കരിക്കാൻ പോയി, നോമ്പ് തുറക്കാൻ പോയി. ഞങ്ങളിവിടെ വെച്ചിരുത്തിട്ട് ഇവിടെ നിറച്ച് കൊതുക. ഞാൻ കാണിച്ചുതരാം. നോക്കുക കൊതുക്. നിങ്ങൾ ഇങ്ങനെ കൊതുകിനെ കണ്ടുണ്ടോ? ഈ കാക്കയാട്ടോ ഞങ്ങൾ അവിടെ കയറ്റിയിരുത്തിയത്. മൂപ്പര് നിസ്കരിച്ചൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൊക്കക്കോള ഒക്കെ വാങ്ങി തന്നു. നല്ല മനുഷ്യൻ, എന്താ സ്നേഹം. സോ ഗൈസ്, നമ്മൾ ഇനി ഇവിടുന്ന് മെട്രോയിൽ കയറിയിട്ട് വേണം ഡൽഹിക്ക് പോവാൻ. വിളിച്ചോണ്ട് വരുന്നു. അടുത്ത് വന്ന് കാണിക്കേ. നമ്മൾ മെട്രോ ടിക്കറ്റ് എടുത്തു. യെസ്. നമ്മൾ ഫരീദാബാദ്. ഫരീദാബാദ് മെട്രോ സ്റ്റേഷനിലെത്തി. നമ്മൾ ജമാ മസ്ജിദിൽ പോകുന്നു, ഫുഡ് അടിക്കുന്നു. ഞങ്ങളിപ്പോൾ ഉള്ളത് മെട്രോയിലാണ്. ഗായത്രിക്ക് മൂത്രമൊഴിക്കാനുണ്ട്. നമുക്ക് സീറ്റ് ഇല്ലാത്ത വണ്ടി കിട്ടി. അതുവരെ എനിക്ക് മന്തി വാങ്ങിച്ചു തരും. അതും മന്തി ഹൗസ്. ഇതെന്തിനും പറയണ്ടോ? ഫോട്ടോ കണ്ടു വിചാരിച്ചായിരുന്നു. ഞങ്ങൾ ജമാ മസ്ജിദിൽ എത്തിയിട്ടുണ്ട്. ഗായ്സ്, ഈ സ്ട്രീറ്റിലേക്ക് അങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും എന്തൊരു തിരക്കാ. മൊത്തം ലൈറ്റും. അതുമല്ല, രണ്ട് സൈഡിലും ഇഷ്ടം പോലെ പീടിയ. തിന്നാൻ കിട്ടുന്ന പീടിയുണ്ട്, പെർഫ്യൂമിൻ്റെ കുറേ പീടിയുണ്ട്. അപ്പോൾ നമ്മൾ ഖുറേഷി കബാബ് കഴിക്കാൻ പോവാണ്. ഇവര് കൈ കഴിക്കുന്നോർത്ത് അടി കൂടാണ് ഗൈസ്. ഞങ്ങളങ്ങനെ തിന്നാനിരിക്കുകയാണ്. ഒരു ഹായ് കൊടുക്ക. ബിച്ചു പിണങ്ങി ഗൈസ്, ബിച്ചു പിണങ്ങി. ബിച്ചു പിണങ്ങി. അതെന്താ സാധനം? ആർക്കറിയാ? ഇവിടെ പുതിയതായിട്ട് വന്നതാ പോലും. എന്തുവാ പറയുന്നു? ഞങ്ങൾ ഹാപ്പിയാണോ ഗായ്സ്? ഞങ്ങൾ പിന്നെയും നടക്കാൻ തുടങ്ങി ഗൈസ്. റീൽസിൽ കണ്ട കുറേ കടയിൽ നിന്ന് കുറേ സാധനം എടുത്ത് തിന്നാണ്ട്. അപ്പോൾ അതൊക്കെ തപ്പി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നടക്കുന്ന വഴിക്ക് കണ്ടതാണ്. അപ്പം ഞങ്ങൾ വിചാരിക്കുന്നു ട്രൈ ചെയ്യാമെന്ന്. എങ്ങനെ ഉണ്ടെന്ന് പറയേ. ആ ടേസ്റ്റ് ആണ്. കൊള്ളാം.
ഓക്കെ അങ്ങനെ കഴിച്ചു. ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ഐറ്റം. ഫോർത്ത് ഞാൻ ഓക്കെ. എന്താ എക്സ്പ്രഷൻസ്. ഇതാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. ഈ ഇരിക്കുന്ന മൂപ്പരെ കണ്ടോ? മൂപ്പരാണ് ഇവിടുത്തെ മെയിൻ. മൂപ്പരിങ്ങനെ ഇറച്ചിങ്ങനെ മുറിച്ച് കൊടുക്കും. എന്ന ടൈമിൽ ഓരോ മസാലയൊക്കെ തേക്കും. എന്നിട്ട് ഇതാ ഈ കരിഞ്ഞ എണ്ണയിലിട്ട് ഇത് വറുക്കും. നമ്മളിങ്ങനെ ഇത് വാങ്ങി തിന്നും. സൂപ്പർ ടേസ്റ്റാട്ടോ. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഈ ഒരു ബിരിയാണി കടയിലേക്ക് വന്നു. ഇവിടുന്ന് ഞങ്ങൾ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ട്രൈ ചെയ്ത്. പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഈ മാംഗോ ഷേക്ക് കണ്ടത്. അപ്പോൾ ഞങ്ങൾ ഒരു ഗ്ലാസ് വാങ്ങി. എന്നിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് കുടിച്ചു. പിന്നെ അത്ര കടയിൽ കുറച്ച് നേരം നോക്കിന്ന് ചിലതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവിടെ നിന്നൊന്നും വാങ്ങാണ്ട് ഞങ്ങൾ മുന്നോട്ട് വന്നു. അപ്പോഴാണ് ഈ ചേട്ടൻ ഇങ്ങനെ മാടി മാടി വിളിക്കുന്നത്. പക്ഷെ ഓൾറെഡി ഞങ്ങൾ ഐറ്റം ട്രൈ ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ എടുത്തില്ല. അതുകൊണ്ട് ഇവിടുന്ന് ഞങ്ങൾ ട്രൈ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഫേമസ് ആയ അസ്ലം ചിക്കൻ ബട്ടർ ചിക്കൻ കഴിക്കാനാണ് വന്നിട്ടുള്ളത്. ക്യൂ ആണ്. നമ്മൾ പുറത്തുനിന്ന് ക്യൂ നിൽക്കായിരുന്നു. അപ്പൊ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇപ്പൊ നമ്മൾ ഉള്ളിലെത്തി ക്യൂ. അങ്ങനെ നീണ്ട നേരത്തെ ക്യൂ നിൽക്കലിനൊടുവിൽ ഞങ്ങൾക്ക് ഇവിടെ സീറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നല്ല തിരക്കാണ്. ഇവിടെ ഉള്ളിൽ കയറിയിട്ടും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇവിടുത്തെ മെനു ഒക്കെ നോക്കിയാൽ ഞങ്ങൾ എന്താ ഓർഡർ ചെയ്യാൻ പോകുന്നതെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ബട്ടർ ചിക്കൻ, പിന്നെ കൂടെ റുമാൽ റൊട്ടിയും. ഈ പുള്ളിയാണ് ഇവിടുത്തെ സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഇത്ര ആളുള്ളതുകൊണ്ടായിരിക്കും മൈക്കിലൊക്കെയാണ് പറയുന്നത്. എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇത്രയും ഒച്ചപ്പാടിൽ നന്ദി ഇവിടെ ഇരുന്നുറങ്ങുകയാണ് ഗൈസ്. ക്ഷീണുണ്ടാവും, സ്വാഭാവികം. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ എല്ലാവരും തിന്നു കഴിഞ്ഞു ഗൈസ്. എല്ലാരും പ്ലേറ്റും കാണാൻ എന്ത് രസമുണ്ട്. എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഇവിടെയുള്ള ഗുരുദ്വാരയിൽ പോകണം. എന്നിട്ട് നാളെ എണീച്ച് തിരിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.